ഒരു കഥ പറയുകയാണ്. നമ്മുടെ കഥ, നമ്മുടെ നാടിൻ്റെ കഥ. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും ദൗത്യത്തിൻ്റെയും ഓരോർമ്മപ്പെടുത്തൽ. ഇതിലെ കഥാപാത്രങ്ങൾ നമുക്ക് നേരെ വിരൽ ചൂണ്ടിയെങ്കിൽ അത് മനഃപൂർവ്വം തന്നെയാണ് കേട്ടോ. ക്ഷമിക്കുമല്ലോ. ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു നാടകാവിഷ്കാരം. ലൈഫ് വിഷൻ. റെക്കോർഡിംഗ് കുഞ്ഞികൃഷ്ണൻ, സംഗീത് ഡിജിറ്റൽ സ്റ്റുഡിയോ മട്ടന്നൂർ. നാടകരചന ED രാജേഷ്, സംവിധാനം സന്തോഷ് കല്യാട്. ആൾക്കാർ വരുന്ന നേരത്താ നിങ്ങളുടെ കളി. അമ്മ അപ്പുറത്തെങ്ങാട്ട് പോയി കളിച്ചോട്ടെ. എന്നോടാ പറഞ്ഞേ. പണിയില്ലേ? അതുകൊണ്ട് ലേശം നേരം പോയിപ്പോയത്. ഇതൊന്നും വാങ്ങണ്ടേ പറഞ്ഞില്ലേ? ഇതെല്ലാം നമ്മുടെ സന്തോഷം. എല്ലാരും ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോ അപ്പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നല്ല സെറ്റപ്പ് ആണല്ലോ. എന്തെല്ലാം പോയിട്ട് അതെല്ലാം ഒരുമിച്ച് പോയിട്ടേ പശുവല്ലുള്ളതാണ്. എനിക്കറിയില്ലേ പുല്ലെല്ലാം നമ്മുടെ സന്തോഷല്ലേ. എല്ലാരും അപ്പുറത്ത് ഭക്ഷണം കഴിച്ചു പോയിട്ട് പണിയുണ്ട്. കുറച്ച് സഹായിച്ചു എല്ലാരും ഭക്ഷണം കഴിക്കാം. സുരേഷേട്ടാ, ഇതാ നമ്മളെ മെമ്പർ വന്നിട്ട്. ഭക്ഷണം വെച്ചേക്കാം. വീടെന്തായാലും കണ്ടീഷനാക്കിനെ. സൂപ്പറാണ്. കൂട്ടുകാരി അവിയില്ല ടേസ്റ്റ്. എന്തൊരു ടേസ്റ്റാന്നറിയാം. സന്തോഷായി എനിക്ക്. ഇപ്പൊ സമാധാനായത്. ഈ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം സാധിച്ചടോ. എത്ര കഷ്ടപ്പെട്ടു. ഇനി എത്ര ദൂരം.
അപ്പൊ ഇതെന്താ ഇതല്ലോ നീ നിങ്ങൾക്കാൻ വേണ്ടിയാ ഇത് ഞാൻ വാങ്ങിച്ചത്. എടുക്കണം സാർ. എടാ എന്റെ കയ്യില് ഇന്ന് കൊണ്ടേ മതി. ഇനി ഓരോന്ന് അടിക്ക്, എന്നിട്ട് തമ്മിലടിക്ക്. എന്നാലേ കൊടുക്കാനും വാങ്ങാനും ഒരു ഉഷാറിട്ടാവും. ഇവനോട് പണ്ടേ ഇവനാ കള്ളക്കൈ ആശാന് വേണ്ട വേണ്ട ഏതോ ഓർത്തും എടാ സുരേ ആദ്യം പറ്റി നീയും കള്ളക്കളി കളിക്കുന്നുണ്ട്. ആ അത് അന്നേരം പിടിക്കണം. അത് വിടണ കളി കഴിഞ്ഞ പിന്നെ കളി പാടില്ല. കൈ എടാ എന്നാണ് ബെറ്റ് ആദ്യം കളിച്ചാൽ നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്. എന്നാലും സ്വാമികൾ മണ്ണു തിന്നാൻ തുടങ്ങിയ എന്നാൽ അതിന് ഇരുമ്പ് ചെയ്ത് മാറിക്കിട്ട് നാമം കേട്ട് മൂക്കിലിട്ട് 3 പിടുത്തങ്ങ് പിടിച്ച ഒരു ടച്ചിങ്ങില്ല വാങ്ങട്ടു. ശരിയാ, ജലദോഷം ഉണ്ടെങ്കിൽ വളരെ ബെസ്റ്റ്. ഓലക്കെട്ട് തമാശ വീശാൻ എന്താ പരിപാടി പറ. എന്നാ എപ്പോഴും ടൂർ പോവുക എവിടത്തേക്കെങ്കിലും. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ടൂർ പോകുമ്പോ സാധനം പരമാവധി ലോഡാക്കണം. ആടെ പോയിട്ട് വാങ്ങാൻ നിൽക്കണ്ട. എത്ര ലോഡാക്കിയാലും വണ്ടിയിൽ നിന്ന് തന്നെ താഴ്ന്നു. അതാണേ പറയാം. അത് ശരിയാ. അല്ല നമ്മളായിട്ട് ടൂർ പ്ലാൻ ചെയ്തത് ടൂറേറ്റ കാര്യല്ലേ? എന്താ ടൂർ ഏറ്റ കാര്യം എന്നാ? നമ്മൾ സ്ഥലം കാണാൻ പോകുന്നത്. നമ്മൾ പോകുന്നു, റൂം എടുക്കുന്നു, അടിക്കുന്നു, സാധനം ചെയ്യുമ്പോ ഈടാ എപ്പോ നമ്മൾ ടൂർ പ്ലാൻ ചെയ്ത് വിഷുവിന് നടക്കൂല. അതെന്താ നടക്കാതെ? അതാ അന്നല്ലടാ അമ്പലത്തിലെ തെയ്യം. അമ്പലത്തിലെ തെയ്യം, അമ്പലത്തിലെ ഉത്സവം. പൊട്ട അമ്പലത്തിലെ പൂജക്ക് പൂജാരി അവര് കൊണ്ടുവന്നോളൂ, നീ പോകുന്നില്ല. അതല്ലടാ അന്നല്ല തിരുവാതിര. നീ തിരുവാതിര കളിക്കണ്ട. അതല്ലടാ ഇതാ ഇവന്റെ ഓളും കളിക്കുന്നുണ്ടോ? അത് ശരിയാണല്ലോ. ഓള് കുറെ പെണ്ണുങ്ങന്മാരെ ചുറ്റി വന്നിട്ട് ഈ ഉത്സവത്തിനാ വിഷുവിന് കൊണ്ടാച്ചിട്ട്. അല്ലടാ വിഷു ഉത്സവത്തിന് കൊണ്ടുവച്ചതാ. പൊട്ടാ മുരുക പളനിക്കാടാ. അല്ല ഇപ്രാവശ്യത്തെ ടൂർ നമുക്ക് പളനിക്കാച്ചാലോ? വിഷു നടക്കൂല. അവര് തിരുവാതിര കഴിച്ചിട്ട് നമ്മളല്ലേ ടൂർ. നിങ്ങൾക്ക് അങ്ങനെ പറയാം. എന്റെ ജയഭാരതി സ്റ്റേജിൽ കളിക്കുമ്പോ ഞാൻ താഴത്തിന് വേണ്ടടാ. അല്ല നിന്നോളെ പേരും മാറ്റിയ അത് നിനക്കറിയില്ല. ഇവന്റെ
5 പെഗ് വിടുന്നവരെ ഇവനോട് സോമലത തന്നെയാണ്. 6ാമത്തെ പെഗ് വിട്ട സോമലത ജയഭാരതി എല്ലാവരും കളിക്കുന്ന പോലെ ഓർ തിരുവാതിര കളിക്കുന്നത്. അതൊന്ന് കാണുക തന്നെ ഈ തിരുവാതിര പറഞ്ഞ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കഴിയാം. 10-12 കൊല്ലം മുമ്പ് ഓടെ തിരുവാതിരയായിട്ട് മയങ്ങിപ്പോയതാ ഞാൻ. അന്ന് മുതൽ അനുഭവിച്ചില്ല ദുരിതം. എടാ സുരേ, വിഷു കഴിഞ്ഞിട്ടാക്കാം ഇപ്രാവശ്യത്തെ ടൂറ്. ഒരാഴ്ചത്തേക്കാണ് എല്ലാം മറന്ന് അടിച്ച് ഓഫായി ഒരാഴ്ച. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ടൂറ് പോയി വന്നാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് എന്നെ പണിക്ക് വിളിക്കണ്ട. ഞാൻ പണിക്ക് വരുന്ന പ്രശ്നമില്ല. എന്നും പണിക്ക് വിളിക്കുന്ന ഒരു പ്രശ്നമില്ല. പക്ഷെ വീട്ടിൽ നിൽക്കാൻ പറ്റൂലപ്പ. ഓളെ നാവ് കേട്ട് നിൽക്കാൻ കുറച്ച് പാടാ. നമുക്ക് ഷെഡ് കെട്ടിയാലോ? അതുകൊണ്ട് അത്യാവശ്യം അടിക്കുകയും കൂലി മുറിക്കുകയും ചെയ്യാം. അത് ശരിയാ. ഈ വീട്ടിലിരുന്നാലല്ലേ ഈ കറകറ വർത്താനം. എടാ, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ നിലക്ക് നിർത്താൻ പറ്റണം. അല്ലെങ്കിൽ കഴിച്ചുകൾ തലയിലിരുന്ന് തൂണു നിർത്തണം. വണ്ടി പോയി ഏതോ താളത്തിൽ പാടുന്ന വണ്ണാത്തെ കിളിയെ, നേരം മറന്നുള്ളി പാടുന്ന പാട്ടിന്റെ ഈണം മറന്നു പോയോ? ദുഃഖിതന്മാരെ, പീഡിതന്മാരെ, ഭാര്യമാരാൽ വേട്ടയാടപ്പെടുന്നവരെ സന്തോഷിക്കും. ഇതിലെ ഓരോ തുള്ളിയും വായിലൂടെ കടന്ന് അന്നനാളത്തിലൂടെ പോകുന്ന രാജകീയമായ യാത്രയുടെ അവസാനം ചെന്നെത്തിച്ചേരുന്ന സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാവുന്നു. അയ്യോ, ഇതെന്തിനാണ്? എന്തിനാ പ്ലാസ്റ്റിക് കുപ്പി? നിങ്ങൾ ആരും ഇത് കാണുന്നില്ലേ? ഈ കുപ്പി എങ്ങനെയാ ഇവിടെ കളക്കുക? കൈന്നെടുത്ത് കളിക്ക്. അയ്യോ, നിങ്ങൾ നൊട്ടിന്നോടിയൊന്നും പറയലപ്പ. വേഗം കളിച്ചാട്ടെ. എന്റെ ഭഗവാനെ, നിങ്ങളോട് എനിക്ക് ആവുകയില്ല. നിൽക്കാനും വയ്യല്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോകാതെ. അല്ലല്ല, നിങ്ങളെന്നാ കളിക്കുന്നേ? മേറ്റ് വന്നിട്ട് പണി പറക്കൂന്ന് പറഞ്ഞിന്. നല്ലോണം പണിയെടുത്താതെ നിങ്ങളെടുത്ത പണിയാ ഇത്? ഇതാ മേറ്റ് വന്നിട്ട് അലക്കേണ്ടത്. വേഗം പണിയെടുത്ത പേര് പെടുത്ത് പറഞ്ഞതല്ല പറഞ്ഞോണ്ടിരിക്കല്ലേ മതി. എന്റെ സാധനേച്ചി, നിങ്ങളൊന്ന് മര്യാദ പണിയെടുത്താട്ടെ. ബാക്കി കാലം പഠിപ്പിക്കാൻ നിൽക്കാണ്ട്. നമ്മൾ മേറ്റ് വരുന്നിട്ട് എല്ലാരും ഒന്ന് ഉത്സാഹമായിട്ട് കളിക്കട്ടെ. കിട്ടിപ്പോയേ, എല്ലാം റെഡി ആയിക്കോ. ഫോട്ടോ
എന്നാ സുമേ ആരാ നീ നോക്കട്ടെ ഓ മരിച്ചതാ നല്ല പ്രായമുണ്ടല്ലോ ഒരു 80 വയസ്സ് തോന്നുന്നുണ്ട് കേട്ടാ 80-85 തന്നെ 90 വയസ്സുണ്ട് ഈ വരുമ്പില്ല ഇതൊരു 80-90 പ്രായമുണ്ട് ഞാൻ പറഞ്ഞത് മലയാളത്തിലുള്ള ചെവി കേൾക്കൂലേ എനിക്ക് ചെവിക്കൊന്നും ഒരു കുഴപ്പമില്ല നിനക്കല്ല ചെവിക്കും കണ്ണിനും കുഴപ്പം ഞാൻ നിങ്ങളോട് വർത്താനത്തില്ല നിങ്ങൾക്ക് ഓന്തിന്റെ സ്വഭാവം എപ്പ നടന്നാലും അറിയില്ല അന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്റെ മൂത്തപ്പം അയ്യോ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് ശരിയാണ് നിങ്ങൾ അപ്പുറത്തെ സെറ്റിൽ കാര്യം പോയിട്ട് ഞാൻ ഇവിടെ തന്നെ അപ്പുറത്തെ സൈറ്റിൽ പോയാൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് ഞാൻ പോണെന്ന് വലിയ നിർബന്ധം അതെ അതെ നിങ്ങൾ എല്ലാരും ഒറ്റപ്പെട്ടു ഞാൻ പോർത്തു അത് അന്നേ ഉണ്ടാവൂടെ അതെനിക്കറിയാം ഒന്ന് നിർത്തി എല്ലാരും പണിയെടുത്തട്ടെ ബാക്കിയൊന്നും പിന്നെ പറയാം നമ്മൾ അത്ര പണിയെടുത്തിട്ടെന്നാ വേണ്ട നാട്ടുകാർ പറയുന്നറിയാം തൊഴിലുറപ്പ് തൊഴിലിരിപ്പ് എന്നോട് പറയട്ടെ ഓന്റെ തുപ്പലി ഞാൻ കുടിക്കുന്നു ഈ പണിയെടുത്ത തേച്ചു ഓന്റെ ഓള് പറ്റില്ല എന്റെ ചേച്ചി നമ്മൾ മസ്റ്ററോട് പറഞ്ഞ പണിയെടുത്താൽ മതി പറയുന്നവരാണെന്ന് പറഞ്ഞോട്ടെ അത് തന്നെ എല്ലാരോടും പറയണം സോ പറയണ്ടൊക്കെ പറയന്നെ വേണം കഴിഞ്ഞ സമയത്ത് ചെറുതായിട്ടൊന്ന് പനിച്ചു ഞാനൊക്കെ ഡോക്ടറിനെ കാണാൻ പോയി ഡോക്ടറിനെ പറഞ്ഞേ പനിയുണ്ട് ചെറുതായിട്ട് പ്രഷറും ഉണ്ട് വേണ്ടെങ്കിൽ അഡ്മിറ്റ് ആയിക്കോന്നു ഞാൻ പറഞ്ഞു ഞാൻ അഡ്മിറ്റ് ആകുന്നില്ല എനിക്ക് തൊഴിലുറപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് ഓ തൊഴിലുറപ്പാണെങ്കിൽ പ്രത്യേകിച്ച് റെസ്റ്റും വേണ്ട വേർപ്പൊന്നുമില്ലൊരു പേടിയും വേണ്ട എന്നിട്ടൊരു ചിരി അതൊരു വല്ലാത്ത ചിരിയല്ലേ സാ എന്നിട്ട് നീ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെന്താ വേർത്തിട്ടാ പൈസ മേടിക്കുന്നത് തൊഴിലുറപ്പ് നിങ്ങൾ പറയുമ്പോഴൊന്നല്ല നല്ല പണിയുണ്ടെന്ന് ഞാനും പറഞ്ഞു ഞാൻ തൊഴിലുറപ്പിന് പോയതിനു ശേഷം ഷുഗറും ഇല്ല പ്രഷറും ഇല്ല ഓ അതല്ലേ നമ്മളെ മെമ്പർ വരുന്നത് വേഗം എല്ലാരും പണിയെടുത്തേ എല്ലാരും സൈറ്റിൽ തന്നെയല്ലേ എല്ലാരും ഉണ്ട് എല്ലാരും മസ്റ്ററോട് ഒപ്പിട്ടില്ലേ ഒപ്പിട്ട് മെമ്പറെ പക്ഷെ ഈ ശാരദേച്ചിന്റെ പേര് മസ്റ്ററോൾ ഇല്ലാത്തോണ്ട് ആ സുലോചനേച്ചിന്റെ പേരിൽ ഒപ്പിട്ടില്ലേ സുലോചനയുടെ പേര് മസ്റ്ററോളിൽ എപ്പോഴും വരും ഒറ്റ ദിവസം പണിക്കാരനോടാണ് അതെ ശാരദേച്ചിന്റെ പേര് മസ്റ്ററോൾ ഇല്ലാത്ത ഇതാണോ കേട്ടോ ശരിയാവൂലേ അത് മാത്രല്ല കൂലി വരുന്ന സുലോചനയുടെ അക്കൗണ്ട് ആയിരിക്കൂലേ സുലോചനയാണെങ്കിൽ പൈസ അക്കൗണ്ടിൽ വരും പക്ഷെ പൈസ എടുത്താൽ തേച്ചുവർക്ക് തരുവായില്ല അത് നമുക്ക് നോക്കാം ശാരദേച്ചി അടുത്ത പ്രാവശ്യം ശാരദേച്ചിന്റെ പേര് എന്തായാലും മസ്റ്ററോൾ ഉണ്ടാവും അത് എന്തായാലും വരണം അത് ഉറപ്പ് വെക്കാം സുമിത്രേ രവി പണിക്ക് പോയിനാ ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല മെമ്പറെ സുഖമായിട്ട് പോന്നെ പക്ഷെ ഇങ്ങനെ എവിടെയാണ് പണിക്ക് പോയില്ല കുട്ടീനെ നിങ്ങൾ മാറ്റി കാണിച്ചാ ഇല്ല മെമ്പറെ പോവാൻ പറ്റില്ല തിരക്കായിട്ട് പോവാൻ പറ്റില്ല ഓരോരു തിരക്ക് ആർക്കും അറിഞ്ഞൂടാ കളക്ടർ ഓഫീസിലല്ല പണി ഒരു കുട്ടീനെ കൂട്ടി പോവാൻ നേരം ഉണ്ടാവില്ല കുട്ടീനെ ഞാൻ പറഞ്ഞാൽ തന്നെ കാണിക്കണേ അധികം താമസിച്ചാൽ ശരിയാവില്ല കേട്ടാ ആയിക്കോട്ടെ മെമ്പറെ സോമനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണേ ആയിക്കോട്ടെ ഇപ്പൊ മാറ്റമില്ലേ ഒന്നും കഴിക്കുന്നില്ല മെമ്പറെ എന്നാലും ആദ്യത്തെ പോലെ മാറ്റമുണ്ട് പിന്നെ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ടില്ല മെമ്പറെ അത് നമുക്ക് നോക്കാം നാളെ ഞാൻ ബാങ്കിലേക്ക് പോകുന്നുണ്ടേ മെമ്പറെ അന്റെ വീടിന്റെ അടുത്ത കേട് എപ്പാ കിട്ടുക തറ കെട്ടിയിട്ട് ഫോട്ടോ വെച്ച് കൊടുത്താ തറ കെട്ടി മണ്ണിട്ടില്ല സുരേഷേട്ടൻ കുറേ ആയി മണ്ണിന്റെ കാര്യം അന്വേഷിക്കുന്നു സുരേഷിനോട് ഞാൻ മണ്ണെടുക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തതാണ് JCB നമ്പർ കൊടുത്തതാണ് എന്നിട്ട് പോയി നോക്കിയില്ല ഓരെന്താ പണി മെമ്പറെ എന്റെ മെമ്പറെ സുരേഷ് ഉണ്ടല്ലോ വീടിപ്പോ പാസ്സായ തന്നെ അറിഞ്ഞിട്ടില്ല ഓൻ എപ്പെങ്കിലും ഒരു ബോധവും അറിയുടെ ഉണ്ടാക്കി വേണ്ട ഇനി എന്റെ ശാരദേച്ചി നിങ്ങൾ പറയും പോലെ ഒന്നുമല്ല സുരേഷ് ആയിട്ട് ഇപ്പൊ നല്ല മാറ്റമുണ്ട് പണ്ടത്തെ പോലെ ഒന്നുമല്ല പണ്ടത്തെ പോലെ ഒന്നല്ല നിന്റെ സുരേഷും രവിയും കൂടെ ഇന്നലെ കുടിച്ചിട്ട് പൊരിഞ്ഞ അടിയാന്ന് അറിയുന്നു കേട്ടിന് എന്നിട്ട് സുരേഷിന്റെ ചെവിയുണ്ട് പറയും രവി കടിച്ച് പറഞ്ഞിട്ട് വല്ലതും അറിഞ്ഞാ നിങ്ങളെ പണി നടക്കട്ടെ എനിക്ക് ഈ പഞ്ചായത്ത് ഓഫീസിൽ കുറച്ച് പണി നടക്കട്ടെ
അനക്ക് കിട്ടും ഒരു വീട്. എന്നെ എനിക്ക് വീടാ പറഞ്ഞതുപോലെ ശാരദച്ചിന്റെ രണ്ട് മക്കൾക്കും വീടില്ലേ? ശാരദച്ചിന് വീടാന്ന് നല്ല വാട്ട് കൂടി ഹിമസുമാനോട് കിട്ടിയല്ലേ? മെമ്പറെ, മൂത്തോന് മക്കള് രണ്ടായി. ഇനിയുള്ള കാലം ഒരു വീട് വെക്കണല്ലോ പറ്റുക മെമ്പറെ. നമ്മക്ക് എണീറ്റ് നടക്കുമ്പോ എന്തെങ്കിലും ചെയ്താലേ അതേ നാളേക്ക് കാണാൻ ഉണ്ടാവും മെമ്പറെ. അങ്ങനെയല്ല ശാരദച്ചി. ശാരദച്ചിന്റെ പേരിൽ സ്വന്തമായിട്ട് വീടുണ്ടാകുമ്പോ പുതിയ വീടിന് അപേക്ഷിക്കാൻ പറ്റും. അപേക്ഷിച്ചാൽ തന്നെ കിട്ടൂല. പിന്നെ ശാരദച്ചിനെ കുറ്റം പറഞ്ഞ് നടക്കൂലേ? അങ്ങനെയാണെങ്കില് ആ തെക്കൻ വീട്ടിലെ ജാനകിക്ക് വീട് പാസ്സായിട്ടുണ്ടെന്ന് പറയുന്നതല്ലോ. അതിന് ഓർക്ക് വീടില്ലാലോ. ഓർ താമസിക്കുന്ന ഷെഡിലല്ലേ? ശാരദച്ചി ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ പറഞ്ഞ പറ്റാ? എനിക്ക് വീട് വേണമെന്നില്ല. ആ ജാനകിക്ക് പാസ്സായ വീടുണ്ടല്ലോ, കൊടുക്കാണ്ടിരിക്കാൻ പറ്റുവാ? ശാരദച്ചി നിങ്ങളെന്നാ പറയുന്നത്? അർഹതപ്പെട്ടാക്കല്ലേ വീട് പാസ്സായിട്ടുണ്ടാവുക. അത് ഇല്ലാണ്ടാക്കാൻ പറ്റുക? അത് ഇല്ലാണ്ടാക്കിയ മെമ്പറായിട്ടാണ് വേണം അത്. മെമ്പറെ ഒരു ചൂടെടുപ്പാ. പഞ്ചായത്ത് അടിച്ചു വരാനല്ലേ പോന്ന്. ഓന് മാറ്റി പിന്നെ കൊടുക്കാം. സുമിത്രയുടെ എല്ലാരും മാച്ചെടുക്കണേ. ഇത് കൊള്ളാലോ സുമിത്രേ. ഇത് സ്വന്തമായിട്ട് നമുക്കിതൊരു സംരംഭമാക്കി മാറ്റിയാലോ? ആയിക്കോട്ടെ മെമ്പറെ. ഇന്നലെ തന്നെ 15-നുള്ളില് 7 ചെലവായി. ബാക്കി ഇന്ന് തീർക്കണം. ആ ഒരു കാര്യം ചെയ്യും. 2 വീട്ടിൽ കൊടുത്തേ. ഇപ്പൊ ഇതും കൊണ്ട് പഞ്ചായത്ത് ഓഫീസിൽ പോകാൻ പറ്റൂല പറഞ്ഞ പോലെ. അപ്പൊ പൈസ കൊടുത്തോ 2 കൊടുത്തു കേട്ടാ. ഒന്നാക്കട്ടെ. ആയിക്കോട്ടെ മെമ്പറെ. ഞാനൊരു സംരംഭത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അതെന്തായി? നമ്മളെ അച്ചാർ യൂണിറ്റിന്റെ കാര്യല്ലേ? നമ്മളെ പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ കുറേ അച്ചാർ യൂണിറ്റ് ഇല്ലേ? ഓ, ഈ വയസ്സുള്ള അച്ചാറിലാണല്ലോ കുടുംബശ്രീ ഉണ്ടാക്കി. ഈ നാട്ടിൽ എസാക്കല്ലാകും പ്രഷറാ. ഈ അച്ചാർ ഒരു കാര്യം പോലെയാ മെമ്പറെ. നമ്മുടെ നാട്ടില് വേറെ എന്ത് സംരംഭം തുടങ്ങാനാണ്? എന്തും തുടങ്ങണമെങ്കിൽ കുറച്ച് പൈസ എങ്കിലും വേണ്ടേ? അതൊരു ശരിയാണ്. പക്ഷെ നമുക്ക് അത് അടുത്ത ഗ്രാമസഭയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഇപ്പൊ എനിക്ക് കുറച്ച് അത്യാവശ്യം. എല്ലാരും വാ. ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് നല്ലത്.
ാരും എന്നിലെ നോവിന്റെ ആഴവും നഷ്ടബോധങ്ങളും പിടയും മനസ്സിന്റെ നൊമ്പരക്കനലിൽ നിന്നുയരുന്ന പുകയും കണ്ണുനീരും ഉയരുന്ന പുകയും കണ്ണുനീരും പറയുവാനുണ്ടെനിക്കാരുമറിയാത്ത ആയിരം നാവുള്ള നൊമ്പരങ്ങൾ പറയുവാനുണ്ടെനിക്കാരുമറിയാത്ത ആയിരം നാവുള്ള നൊമ്പരങ്ങൾ ആയിരം നാവുള്ള നൊമ്പരങ്ങൾ ഒന്നുമില്ല മോളെ, കുട്ടാപ്പിക്ക് നല്ല അടിയുടെ കുറവുണ്ട്. അത് അമ്മ തന്നെ തീർക്കും. അച്ഛാ, ഞാൻ എന്താ ചെയ്യുന്നത്? ഇങ്ങനെയായിട്ട് എങ്ങനെ മുമ്പോട്ട് പോകുക? എനിക്ക് ആലോചിച്ചിട്ട് ഒരു നേരം കിട്ടുന്നില്ല. പറഞ്ഞോളെ ശരി. അല്ല, എല്ലാരും കൂടി എങ്ങോട്ടാ? സിനിമക്ക ഈ സമയത്താ? എന്നാ അച്ഛാ? എന്നാ സുമിത്ര, എന്താ മോളെ, എന്താ പ്രശ്നം? സുഖമില്ലാണ്ട എന്നാടാ പറ്റിയ? സുമിത്ര ചോദിച്ചായിട്ടില്ല, എന്റെ നാമരക്ക് പോയാ കാര്യം പറ. എന്നാടാ പറ്റിയ? എന്നാച്ചാ പ്രശ്നം പറഞ്ഞൂടാ? നീ കൊണ്ട് ചക്കെടുത്ത് കുടിച്ചു അതെ. പിന്നീട് കാര്യം നമുക്ക് മോളെ കുപ്പിയാ? ഏത് കുപ്പി? സുമിത്ര
വേണ്ടിയുള്ളത്. ഈ വീട്ടിൽ ഇനി സ്നേഹ നിമിഷങ്ങൾ, തെറ്റുകളുടെ ഇരുണ്ട് നിന്ന് നന്മയുടെ സ്നേഹക്കൂട്ടിലേക്ക് ഇവൾ ചേക്കേറുന്നു. ഇനി അങ്ങോട്ട് എന്റെ മോളെ കാണുന്നില്ല. പഠിക്കത്തെ കുട്ടികളെ എപ്പായാലും പഠിക്കും. എന്റെ മോളാണെന്ന് പറ്റത്ത് ഞാൻ ഇരിക്കുകയില്ല. ഇതുവരെ അവൻ നടക്കുകയായിരുന്നു, ഇനി ഓടും. ഈ അസുരന്റെ നാശം ഉറപ്പിക്കാൻ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ് ഒരമ്മ. സംഭവ ബഹുലമായ കഥാഗതികളുമായി സസ്നേഹം വൈകിട്ട് 6 മണിക്ക്. എന്നാപ്പാ? ഓ ദേവിയാ, വാ ഇരിക്ക്. ഇരിക്കപ്പാ, എന്തെല്ലാം ഉണ്ട്? ചായ കുടിയെല്ലാം കഴിഞ്ഞാ? ചായ കുടിയെല്ലാം കഴിഞ്ഞ ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ? മടയെ കുടിച്ചപാടെ വന്നിനി. എന്തുണ്ട് നിന്റെ തുന്നലല്ലോ? എന്തെന്ന് ഒന്നും കിട്ടുന്നൊന്നുമില്ല, അങ്ങനെയൊന്നും കിട്ടുന്നില്ല. നേരാമണ്ണം കൂലിയൊന്നും കിട്ടുന്നുമില്ല. കൂലിക്ക് ചോദിക്കുമ്പോൾ നാളെ തരാ മറ്റന്നാളെ തരാന്ന് പറയും. അവരുടെ കാര്യത്തിന് ഒരു മുടക്കമില്ല പൈസക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ജംഗ്ഷനിൽ ഒരു കടിയിട്ടൂടെ? ഞാനത് ആലോചിച്ചു ദേവി. പക്ഷെ അനക്ക് മനസ്സിലൊരു ധൈര്യം കിട്ടുന്നില്ല. പണ്ടത്തെ പോലെ അല്ലല്ലോ, എല്ലാം റെഡിമെയ്ഡ് അല്ലേ. ശരിയാ, സോമാട്ടൻ എങ്ങനെയുണ്ട്? സോമാട്ടനിപ്പോ കുറച്ച് ദിവസം നേരത്തെ വരുന്നു. പണ്ടത്തെ പോലെ ഒന്നല്ല, പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് സാധനം കൊണ്ട് കൈമിലൊന്നും നിൽക്കുന്നില്ല. ശരിയാ, അങ്ങനെയാണ്. ഓരോ അച്ഛൻ പറയലുണ്ട് അവന്റെ കൈ ഓട്ടക്കൈയാണെന്ന്. പിന്നെ ഞാൻ എന്തല്ല വേണ്ടത്? സംഘം, കുറി, മോളെ വണ്ടി പൈസ, വീടും പറമ്പും വിറ്റാ തന്നെ സോമാടനാണെങ്കിൽ ഷുഗർ ഏടിയ ഉള്ളതെന്നാ. എല്ലാം ശരിയാവുമ്പോ ഞാനല്ല എന്തെല്ലാം സഹിച്ചു. പക്ഷെ ഇപ്പൊ ഒരു ധൈര്യമുണ്ട്. നമ്മളങ്ങനെ പേടിച്ച് നിന്നിട്ട് കാര്യമില്ല. നമ്മളെല്ലാം നേരിടണം. എല്ലാം പോട്ട്. നീ പറഞ്ഞ പോലെ ഒരു 10 മുട്ടിയും കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നാടൻ മുട്ടിയാണ് 8 റുപ്യാണ് വില. ഓ പൈറ്റിട്ട് 80 റുപ്യ അല്ലേ? മോളെ ഇത് അടുക്കള കൊണ്ടെത്തിട്ട് അമ്മേന്റെ വേണ്ട. എനിക്ക് ഞായറാഴ്ച കുടുംബശ്രീയിൽ അടക്കാൻ മതി. ഒരുപാട് അടവലുള്ളതാ. മാസം ലാസ്റ്റ് അല്ലേ? ഓ ഞായറാഴ്ച മതിയാ? എന്നാ ശരി, ഞായറാഴ്ച തരാട്ടാ. എന്നാ ഞാൻ പോട്ടെ. അല്ല ഒരു 10 റുപ്യല്ലേ എനിക്ക് പണ്ട് ഞാൻ തരേ? എന്റെ ദേവി, അതല്ല പോട്ടെ. ആരാ ഈ 10 റുപ്യക്കല്ല ഓർമ്മിക്കുന്നേ? 10 റുപ്യക്ക് 10 റുപ്യ തന്നെ വേണ്ടേ? എന്നാ അതും കഴിച്ചിട്ട് തന്നാ മതി. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ. ദേവി, എനിക്കൊരു 2 റുപ്യ തരാനില്ലേ? ഞാൻ ചായ കുടിച്ചേ. ഓ പണ്ട് അല്ല, അത് ഞാൻ മറന്നുപോയി. എന്നാ അതും കൂടെ കഴിച്ചിട്ട് തന്നാ മതിയേ. ഇല്ല, ഓട്ടോറിക്ഷ വന്ന് നിർത്തിയിട്ടുണ്ട്. എന്തല്ലോ ചാക്കൊക്കെ ഇറക്കുന്നുണ്ട് 2 ആള്. അത് സോമാട്ടം കൊടുത്തു വിട്ട സാധനമാണ്. രാവിലെ പോകുമ്പോ ഞാൻ പറഞ്ഞിനി കുറച്ച് പൈസയും കൊടുത്ത് പച്ചക്കറീന്റെ ലിസ്റ്റും കൊടുത്തിനി. എല്ലാം കൊണ്ടുവരണമെന്ന് പറഞ്ഞിനി. എന്തൊന്നും കൊണ്ടുവന്നാലും കടലിൽ താഴെ കളിക്കാൻ പോലെ ഒരു ബൗസും ഇല്ല. അത് ചാക്കൊക്കെ ഇട്ട നല്ല ആ സോമാട്ടിന് ആരോ താഴെ കുറിച്ച് കൊണ്ടുവരുന്ന. രാവിലെ മുതൽ ആൾ പമ്പിനെ ഞാനറിയില്ല. പമ്പിനെടുത്ത് രാവിലെ മുതലേ ഷെയറാക്കി അടിക്കാന്ന്. ഒരുപാട് പൈസ ഉണ്ട്. ഇപ്പൊ നമുക്ക് കൃഷിയിൽ പൈസ കൊണ്ട് പോവാൻ എന്റെ വണ്ടിന്റെ വാടക നാളെ രാവിലെ തന്നാ മതി. ഞാൻ നോക്കാം. നിങ്ങൾ അതും കുടിച്ചു തീർത്തല്ലേ? ഉണരാനുമ്മയായി ഉറങ്ങാൻ താരാട്ടായി ജന
ഭാര്യ കേട്ടോ ഒന്നും വേണ്ടാമോ, ഇങ്ങനെ നടന്നാ മതി. അമ്മേ, അന്റെ ക്ലാസ്സിൽ അലീനയില്ലേ? മോളെ വീട്ടിന്റെ മോള് നിറച്ചു പച്ചക്കറിയമ്മേ. അതെയാ? തക്കാളിയും വെണ്ടയ്ക്കും കൈപ്പറ്റും പിന്നെ കപ്പയും എല്ലാം ഉണ്ടമ്മേ. അയ്യോ, ആപ്പിളും ഓറഞ്ചും എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഓള് ദിവസം ഓളെ വീട്ടിലെ പച്ചക്കറി കൊണ്ടുവന്ന് കറി വെക്കല്. എന്റെ അമ്മു, ടെറസിന്റെ മുകളിൽ നമുക്ക് പച്ചക്കറി നടാൻ പറ്റൂ, കയ്പയും വെണ്ടയും പയറും എല്ലാം. പക്ഷെ ആപ്പിളും ഓറഞ്ചെല്ലാം വലിയ മരത്തിലല്ലേ ഉണ്ടാവുക, അതെല്ലാം വലിയ വലിയ തോട്ടങ്ങളിൽ ഉണ്ടാകുന്ന പഴങ്ങളല്ലേ, ഒന്നും അറിയില്ല. അമ്മേ, നമ്മളെ വീട്ടിന്റെ മോളിൽ നടുവാ പച്ചക്കറി, ഞാൻ വെള്ളയിക്കാം. പിന്നെയോ, ആദ്യം വീടിന്റെ പണി തീരട്ടെ, എന്നിട്ട് നമുക്ക് ഇഷ്ടം പോലെ പച്ചക്കറി നടാം. എന്നാ നടണ്ടെന്ന് അമ്മു തീരുമാനിച്ചമായി. പക്ഷെ അച്ഛന്റെ സമ്മതം വാങ്ങണേ. അമ്മേ, അമ്മയല്ലേ പറഞ്ഞു അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ, പിന്നെ എങ്ങനെ നമ്മളെ വീടിന്റെ പണി നടക്കുക? മോളെ, അച്ഛന്റെ അമ്മേന്റെയും കൈമിൽ പൈസയൊന്നുമില്ല. പക്ഷേങ്കില് നമുക്ക് വീട് പണിയായ സർക്കാർ പൈസ തരൂ. അതാണ് ലൈഫ് മിഷൻ. മിഷൻ, ലൈഫ് മിഷൻ. അമ്മേ, ഇത് നോക്കിയാ മിഷൻ മിഷൻ. ഇതെന്താ എഴുതി കൊണ്ടുപോകാൻ പറഞ്ഞു ടീച്ചർ? ഇതെന്താ? നോക്കട്ടെ. മിഷൻ എന്ന് പറഞ്ഞാൽ ദർശനം അല്ലെങ്കിൽ കാഴ്ചപ്പാട്. അതായത് നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു കാഴ്ചപ്പാട് വേണ്ടേ. അടുത്തത് മിഷൻ. മിഷൻ എന്ന് പറഞ്ഞാൽ ദൗത്യം. അതായത് നമ്മുടെ കാഴ്ചപ്പാടാണ് പിന്നീട് നമ്മുടെ ദൗത്യമായി മാറുന്നത്. അമ്മ, ലൈഫ് മിഷൻ? അത് സർക്കാരിന് ഒരു കാഴ്ചപ്പാടുണ്ട്, വീടില്ലാത്ത കുടുംബങ്ങൾക്ക് വീട് നൽകുക. അത് പിന്നീട് സർക്കാരിന്റെ ഒരു ദൗത്യമായി മാറി. അതാണ് ലൈഫ് മിഷൻ. സർക്കാരിന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം ഓരോ മിഷൻ, നമ്മുടെ ലൈഫിന്റെ മിഷൻ. അച്ഛനും അമ്മക്കും എല്ലാം ഉണ്ടാമേ മിഷൻ? പിന്നെ എന്താ അമ്മ അച്ഛന്റെ മിഷൻ? എന്തായിരിക്കും അച്ഛന്റെ മിഷൻ? അമ്മു പറ. അത് പിന്നെ കല്ല് കുടിക്കണം. മോളെ, ശരിയാ മോളെ, ലഹരിയാണ് അച്ഛന്റെ മിഷൻ. അതിന്റെ ഇടയിൽ എന്ത് മോള്, എന്ത് വീട്, എന്ത് അമ്മ. മോളതൊന്നും നോക്കണ്ട, മോള് നന്നായി പഠിക്കണം. അമ്മേ, അനക്ക് കരാട്ടെ പഠിക്കണമേ. അതെയാ, പഠിക്കാലോ. അതിനെന്താ, നമുക്ക് വെക്കേഷൻ ആവുമ്പോ കരാട്ടൊക്കെ ചേരാം. ഏടുന്ന് പഠിപ്പിക്കുന്നേ? അതൊന്നും അറിഞ്ഞൂടാ, ടിവിയിലെല്ലാം കാണുമ്പോ നല്ല രസമുണ്ട്. എന്നാ അമ്മയും മോളും കൂടി പറയുന്നേ, സീരിയസ് ആണെന്നോന്നല്ലേ? നല്ല ഫിറ്റാണല്ലോ. ഇതാരീ സ്കൂട്ടറി? അത് പറയാം. ഇതാണല്ലോ. അത് പറയാ. ഇതാ ചിക്കൻ ഉണ്ട്, നല്ല ഫ്രൈ ആക്കി വെച്ചോ. നോക്കും അതല്ലേ ഇഷ്ടം? പിന്നെയോ, മോക്ക് ഫ്രൈ ആവാൻ ഇഷ്ടം. നിങ്ങൾക്കല്ലേ അത് വേണ്ടത്? കുപ്പി കൃത്യമായിട്ടുണ്ടാവും അല്ലേ? നീ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആടപ്പണിന്റെ കുറച്ച് ചപ്പാത്തി അയക്കാം. മോക്കൊന്നും പഠിക്കുന്നില്ലേ? ഞാനെല്ലാം നേരത്തെ പഠിച്ചിട്ടാ. ചിക്കനും മട്ടനും എല്ലാം പിന്നാക്കാം. ആദ്യം ഇതാരും സ്കൂട്ടർ എന്ന് പറയുന്നത് പറഞ്ഞത് ദേഷ്യപ്പെടുവോ? പിന്നെയോ, ഞാനെന്തിനാ ദേഷ്യം പിടിക്കുന്നത്? നിങ്ങൾ കാര്യം പറ. ഇത് രാജീവിന്റെയാ? രാജീവന്റെ ഗീജവിനൊന്നല്ല, ഇതിന്റെ ഓർഡർ വേറൊരാളാ. ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഓർമ്മയില്ല. കാര്യം പറഞ്ഞതാ? എന്ത് കാര്യം? അല്ലെങ്കിൽ നിങ്ങൾ പറയാത്ത കാര്യമൊന്നുമില്ലേ? പക്ഷെ രാവിലെ പറഞ്ഞത് വൈകുന്നേരം നമുക്ക് ഉണ്ടാവില്ല. അത്രക്കല്ലേ ഉത്തരവാദിത്വം. ഇത് അതൊന്നുമല്ല, ഇന്നോടൊരു ബിസിനസിന്റെ കാര്യം പറഞ്ഞ ഓർമ്മയില്ല. ബിസിനസ്സാ? ഓ, വീടിന്റെ ആദ്യ കട കിട്ടിയെന്ന് പറഞ്ഞതാ? അതന്നെ. പക്ഷെ നീ എന്താ പഠിക്കുന്നത്? നിനക്ക് അന്നേരം വീടിന്റെ പണി കിട്ടണം. മണ്ണപ്പടുത്ത് പറയണ്ട. വീടിന്റെ ആദ്യത്തെ കട 40,000 ഉറുപ്പ്യ കിട്ടിയത് എന്തിനെല്ലാം വേണം സുരേഷേട്ടാ? സ്ഥലം കൈക്കെടുക്കാൻ എത്രയായി? തറ കെട്ടി തീർത്താൻ എത്രയാ ചെലവ്? എല്ലാം കൂടി ഇപ്പൊ എത്രയായി? ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? നീ ഒരു ശാഖം വിട്ട് വർത്താനം പറഞ്ഞു. നിന്റെ വർത്താനൊക്കെ ഞാനൊരു പണിയെടുത്തില്ല വീട്ടിൽ. എല്ലാം നീ ഒറ്റയ്ക്ക്. പണിക്ക് കൂടി ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. പണിക്കെല്ലാം കൂടി കൂലി വൈകുന്നേരമാകുമ്പോ കൃത്യമായിട്ട് എടുക്കുകയും ചെയ്തു. 4 മണിക്ക് മുമ്പേ സ്ഥലവും കിട്ടും. എന്നേരം ഞാൻ പറഞ്ഞത് ആരെങ്കിലും ഒരാളെ പുറത്തുനിന്ന് കൂട്ടാൻ. എന്നാലും അത് ശരിയാവില്ല. ഞാനെടുത്തോളൂ. ഉള്ളത് പറയാതെ സുരേഷ് ചേട്ടാ, നിങ്ങൾക്ക് പണിയെടുക്കാൻ വെറും മടിയാണ്. ആരെങ്കിലും ഒരു ദിവസം പണിക്ക് വിളിച്ചാല് രണ്ടാമത്തെ ദിവസം നിങ്ങളെ വിളിക്കൂല. തുടങ്ങി പയ്യാൻ ഈ സീരിയൽ വർത്താനൊക്കെ ചോറിഞ്ഞ് വരുന്നുണ്ട്. നല്ല മൂഡിൽ വന്നേ എന്തെങ്കിലും ഒരു ബിസിനസിന്റെ കാര്യം ചർച്ച ചെയ്ത് നശിപ്പിച്ചു.
നിങ്ങളെന്ത് ബിസിനസ് വായിക്കപ്പ ഞാനെന്തിനും ഇല്ല. പക്ഷെ ഇതായിട്ട് സ്കൂട്ടർ എന്ന് പറയാം. ഓ അതന്നെ ഇതിന്റെ ഓണർ നീ കൂടിയാ സുമാ സുരേഷ്. ആ ഞാൻ മേടിച്ചതായത് പുതിയതാ. ഗ്രില്ല് പിടിപ്പിക്കൊണ്ട് 5000 രൂപ വേണം. രജിസ്ട്രേഷൻ കഴിഞ്ഞു. സുരേഷിന്റെ പൈസ എന്നിട്ട് ഓ ഞാൻ അടങ്ങ സു എന്റെ ഫോണിന്റെ അകത്ത് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നു. 1,40,000 രൂപ അക്കൗണ്ടിൽ വന്നെന്ന് പറഞ്ഞു. എന്റെ മുത്തപ്പ, വീടിന്റെ പൈസ. നീ പേടിക്കരുത്, ഞാൻ തേക്കില്ല. 1,10,000 30 അക്കൗണ്ട് തന്നെ ഉണ്ട്. ദുഷ്ട, നിങ്ങൾ വീടിന്റെ പൈസ നീ എന്നിട്ട് അത്ര പേര് തന്നെ നടക്കാൻ പറ്റില്ല. കടിയാൻ പഠിപ്പിക്കും. വീട് തന്നെ പറഞ്ഞാല് അതിനൊരു സമയമുണ്ട്. ബിസിനസ് അങ്ങനെയാ. ആ സമയം ചെയ്യാനില്ലെങ്കിൽ അത് ആടുകളോട് തരിശുനിലങ്ങളിൽ പൊഴിയും തുള്ളികൾ തരുപത്രങ്ങളെ വിടത്തും. തരിശുനിലങ്ങളിൽ പൊഴിയും തുള്ളികൾ തരുപത്രങ്ങളെ വിടത്തും. നിന്മന്ദസ്മിത പൂക്കൾ വിടര. സുമേ ആർക്കൊന്ന് വേഗം പോണേനു. എന്റെ പശുണ്ട് പ്രസവിക്കാനായിട്ട് വന്ന് ഞാൻ തരട്ടെ. ഇപ്പൊ തിരക്കാം നിങ്ങൾ. ആയിക്കോട്ടെ രമ ഒരിക്കൽ പുല്ല് പിടിച്ചു തരണേ. ചേച്ചി ഞാൻ വരുന്നാടെത്തു. സുമേ പിന്നെ ഞാൻ വായക്ക് വെള്ളം പോരാനുണ്ട്. ഞാൻ പോട്ടെ. ചെക്കനില്ലേ ആ എന്നിട്ട് വായ കൊലച്ചു തന്നെ. രാവിലെ പോകും രാത്രി വരും. ഇരുട്ടത്തേക്ക് ഇരിക്കും നടക്കുള്ളൂ. ഞാൻ പോട്ടെ. സുമേ ആ ചേച്ചി അൻ്റെതെല്ലാം ചേർക്കുക. ആ നിങ്ങളെ നിക്ഷേപം 30. ആ 30, പലിശ 20, 50, തിരിച്ചടവ് 20, 70, ഓണഫണ്ട് 20. അപ്പൊ 90. 100 റുപ്യ 10 റുപ്യ ബാക്കില്ലേ? ആ എന്റെ ചേച്ചി ചില്ലറിയില്ല. അത് അടുത്ത ആഴ്ച എടുക്കാം. ആടി എഴുതി വെക്കണേ. ഓ എഴുതാപ്പാ. കൂടി ഓർമ്മയില്ല അതുകൊണ്ട് പറയുന്നേ. എന്നാ ഞാൻ പോട്ടെ. എനിക്ക് ലേശം വിറകിന് പോകണം കേട്ടാ. എന്റെ ശാരദേച്ചി നിങ്ങളെ വീട്ടില് ഗ്യാസ് ഇല്ല? ഗ്യാസ് അടുക്കളയിൽ ഇപ്പൊ പൂജാമുറിയില ഗ്യാസ്. തൊട്ട് പോണ്ടി ശിവ ശിവ എന്ന് പറയലായിപ്പോ. എന്നാ ഞാൻ പോട്ടെ. എന്തെല്ലാം പറഞ്ഞു ഒപ്പിച്ചൂട്ടെ. എടാ സുമേ ശാരദേച്ചി പറഞ്ഞിട്ട് പോയത് കേട്ടാ. ഓർക്ക് 10 റുപ്യ ഓർമ്മയുണ്ടാവില്ല പോലും. ഓർമ്മ ഓർഗാനിക്കിൽ അടുത്താഴ്ച 10 റുപ്യ കിട്ടണം. എന്നാലേ ഓർമ്മ. എടാ 2 റുപ്യക്ക് ഓർമ്മ മരിക്കണേ. 2 റുപ്യക്കല്ല 50 പൈസക്ക് മരിക്കൂ. എന്താപ്പ അടുത്ത പ്രാവശ്യം നിങ്ങൾ ആരെങ്കിലും സെക്രട്ടറി ആയനെ അന്നപ്പുണ്ടാകാനേ ഇടയല്ല. ഈ പൈസേന്റെ ഇടപാടിലും വല്ലാത്ത ശല്യം. അടുത്ത പ്രാവശ്യം ആ രാജ്യോടെ കേട്ടാകാൻ പറ. ഓക്ക് ബാക്കി എല്ലാവരും ഭയങ്കര കണക്കാണല്ലോ. ആരോ ആയിക്കോ ഞാനാവില്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ സുമിത്രേ നിന്റെ കാതിലോട്ടോണേ. ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് വിചാരിച്ചു. അത് പൈസോ അല്ലപ്പാ ഇതിന്റെ അടുത്ത് നീ ആരെയാണ് മൂന്ന് വിളിച്ചു കൊടുക്കുന്നേ? അതില്ലേ സോമാറ്റിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് ഒരു ടോക്കൺ ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ച കിട്ടൊന്നുമില്ല. കുഴപ്പം ഉണ്ടാന്നാ. സോമാറ്റിന് ഷുഗർ ഏറെ ഉള്ളത് പോരാതെ കൊളസ്ട്രോളും. കണ്ണുകുടിക്കുന്നേന്നോ ഇവർക്ക് ഒന്നിനും ഒരു കുറവില്ലല്ലോ. സോമാടിന് കുടിക്കണം എന്നൊന്നുമില്ലാണ്. കുടുംബം നോക്കണം എന്നുള്ള വിചാരമല്ലോ ഉണ്ടാണ്. പക്ഷെ കൂട്ടുകാർ സമ്മതിക്കണ്ടേ? കൈമില് 10 റുപ്യ വരുമ്പേക്ക് ആടുന്ന് വിളി ഈടുന്ന് വിളി. ഇവരോടാരാണ് ചോദിക്കാൻ, ഇവരോടാരാണ് പറയാൻ. എന്തിനാ കൂട്ടുകാരെ പറയല്? അവനവൻ വേണ്ടാന്ന് വെച്ച പോരെ. ആരെങ്കിലും വായിൽ ഒഴിച്ചു കൊടുക്കുക. കുപ്പി കാണുമ്പോ അവര് സകലതും മറക്കൂലേ? സുരേഷ് ഏട്ടന്റെ കാര്യം തന്നെ നോക്കിയാ അന്റെ മോന് എന്തെങ്കിലും ചിന്തിയിടാം. വരുമ്പോ കുറച്ച് ചായപ്പൊടി, പഞ്ചസാര, കുറച്ച് പച്ചക്കറി തീർന്നു. ഓരോരുത്തരാഴ്ത്താം. ഇല്ല സുരേഷ് ഏട്ടെ അങ്ങനെയൊന്നും കൊണ്ടെങ്കിലേ സുമേ.
അന്നേരം കുറ്റം പറയാനൊന്നും പറ്റൂല. കുറ്റം പറയുന്നൊന്നും അല്ല സുമിത്രേ. സുരേഷാട്ടെ സ്വബോധത്തോടെ ഒന്ന് വീട്ടിലേക്ക് വരുന്നത് കണ്ടാ മതി. എനിക്ക് അന്നി മോളെ നോക്കി ഒന്ന് ചിരിച്ചാ മതി. അത് മതി സു. യഥാർത്ഥ പട്ടിണി തിന്നാനില്ലാത്തതല്ല, സ്നേഹമില്ലാത്തതാണ്. പോയ സോമാട്ടനാ കൂട്ടുകാരെല്ലാം കൂടി കുടിപ്പിച്ച് കടത്തി വീടും പറമ്പ് എപ്പ വേങ്കുകാരും ജപ്തി ചെയ്ത് കൊണ്ടുവന്ന് നടന്നൂടാടോ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണോ സുമേ? അല്ല, ഇത് നമ്മുടെ നാടിന്റെ കുഴപ്പാ. നാടിനൊരു കുഴപ്പമില്ല സുമിത്രേ. ഇത് അവനവന്റെ കുഴപ്പാണ്, അവനവന്റെ കാഴ്ചപ്പാടിന്റെ കുഴപ്പം. അത് പോട്ടെ, നിന്റെ ചെക്കനെന്തോ പറ്റി നേരത്തെ പറഞ്ഞിട്ടില്ല. എന്നാ പറ്റിയേ? മുറിയിട്ടുണ്ടല്ലോ, എന്നാ പറ്റിയേ? കാലറക്കാണ്ട് രവിയേട്ടൻ വീട്ടിൽ കയറി വരുമ്പോ തന്നെ മനസ്സിലാടിയാണ്. പോരാനിട്ട് കുപ്പി പാർസലും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കുപ്പി കൊണ്ട് വീട്ടിലേക്ക് വരണ്ടാണ്. കുപ്പി ഞാൻ പിടിച്ചു വാങ്ങി ഒന്ന് തള്ളുവായി. എന്നെ തള്ളിയിട്ട് രവിയേട്ടൻ കുപ്പി കൊണ്ട് പോയി. സുമിത്രേ, അവരെന്നാന്ന് വിചാരിച്ചാ ചെയ്യട്ടണേ? കുടിക്കോ മതിക്കോ വീട്ടിലേക്ക് പാസിന് കുപ്പി കൊണ്ടരോ എന്നാന്ന് വിചാരിച്ചാ ചെയ്യട്ടെ. എപ്പം പഠിക്കണേ ആ കാലം മാറി. എന്നെ കൊന്നാലോ ശരി, കുപ്പി കൊണ്ട് വീട്ടിലേക്ക് വരാൻ. സുമിത്രേ, കേൾക്കണം നിനക്ക്? സാരഥി നേരത്തെ ചോദിച്ചില്ലേ ചെക്കൻ എന്താ പറ്റിയത്? നീ ചോദിച്ചില്ലേ സുമേ? രവിയേട്ടൻ കൊണ്ട ചെബ്രാണ്ട് കുപ്പി എത്തി ചെക്ക കുടിച്ചോ? അന്റെ പെണ്ണാടിയില്ലെങ്കിൽ അങ്ങേറ്റാണ് സ്ഥിതി. സുമിത്രേ, നീ നേരത്തെ ചോദിച്ചില്ലേ ഈ നാടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്? കുഴപ്പമുണ്ടോ. വീട് കാക്കുന്ന പെണ്ണിന്റെ നിശബ്ദതയാണ് ഈ നാടിന്റെ ശാപം. പെണ്ണായിരിക്കുന്നു നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂ? തെറ്റിനെതിരെ വിരൽ ചൂണ്ടാൻ പെണ്ണായി ആണായി ജനിക്കണമെന്നില്ല. ചങ്കുറപ്പുള്ള പെണ്ണായാലും മതി. പ്രതികരിക്കണം, പ്രതികരിക്കണം. സോ നമ്മൾ എങ്ങനെയാണ് പഠിക്കും? വല്ല കാരാട്ടോ മാത്രം പഠിക്കണം, അല്ലാണ്ടാവൂല. നമുക്ക് നല്ല ആരോഗ്യം വേണം. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. തള്ളമെന്ന തടുക്കണം, പറ്റുമെങ്കിലും തിരിച്ചു കൊടുക്കണം. സുമേ, നീ എന്താ ഇടിവെട്ടിയ പോലെ? നീ എന്നാ ഇപ്പൊ പറഞ്ഞത്? നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. നീ അല്ല, കരാട്ടെ കരാട്ടെ പഠിക്കണമെന്ന്. കരാട്ടെ പഠിച്ചാ നല്ലതന്നെ, പക്ഷേ കരാട്ടെ പഠിക്കണം. നമ്മൾ കരാട്ടെ പഠിക്കണം. എടേ സുമേ, കരാട്ടെ പഠിച്ചിട്ട് എന്താക്കാനാണ്? എങ്ങനെ കരാട്ടെ പഠിച്ചു? ഞാൻ എന്റെ സോമാനെ തൊടൂലേ? നമ്മൾ എതിരിടുന്നത് നമ്മളെ ഭർത്താക്കന്മാരെയല്ല, അവരെ കീഴടക്കിയ ലഹരിയോടാണ്. കുട്ടാപ്പിന്റെ അസുഖം മാറണ്ടേ? നമ്മളെ മക്കളെ പഠിപ്പിക്കണ്ടേ? നമ്മളെ വീട്ടിൽ സമാധാനം വേണ്ടേ? എല്ലാം വേണം. പക്ഷെ നീ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞു സുമിത്രേ, നമ്മൾ എത്ര കാലായി ഒരു സ്ഥിരം വരുമാനമുള്ള സംരംഭം തുടങ്ങണമെന്ന് വിചാരിച്ചു? എന്തിനെ കുറിച്ചെല്ലാം നമ്മൾ ആലോചിച്ചു. എവിടെയെങ്കിലും എത്തിയാ നമുക്ക് എപ്പോ ആദ്യമാണ് എന്താവുന്നു. പക്ഷേ ഇപ്പതില്ല. കാരണം ഇത് നമ്മളെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയാണ്. നീ പറഞ്ഞു വരുന്നത് ഒരു പുതിയ സംരംഭം തുടങ്ങുന്നത് ഞാനും നിങ്ങളുമല്ല, നമ്മളെല്ലാവരും കൂടി. ഒരു കരാട്ടെ സ്കൂൾ. ഈ നാട്ടിലെ പെണ്ണുങ്ങളും കുട്ടികളും കരാട്ടെ പഠിക്കുന്നു. പ്രതികരിക്കാൻ, പ്രതിരോധിക്കാൻ ഒരു സ്വയം ശാക്തീകരണം. എന്താ, നടക്കൂലേ? നടക്കൂലേ? സോ നടക്കും, തീർച്ചയായും നടക്കും. രവി, രവി, എന്നാടാ പറ്റി? എണീക്കണം. നല്ലോണം കിട്ടിയില്ലല്ലേ? ഇനി എന്താണ് നമ്മൾ ചെയ്യാ?
നിങ്ങളിവിടെ ഉണ്ടാ? നമ്മളിവിടെ തന്നെ ഉണ്ട് സോമ. സുഖം തന്നെയല്ലേ? അതൊന്ന് ചോദ്യം സോമ. എനിക്ക് സുഖം തന്നെയാ. നല്ലോണം കിട്ടിയല്ലേ? എത്ര കിട്ടി? കരയിലാണ് സോമ. രവിയെ നമ്മൾ നടത്തിയാ എനക്ക് അറിഞ്ഞൂടാ. അല്ലാതെ സോമ, ഇനി എന്നാ അടുത്ത പരിപാടി? നിന്റെ ജയഭാരതിന്റെ വീട്ടിൽ കയറ്റുവാ? നിങ്ങൾ കണ്ടോ? എടാ, ഇത് ചെറുതല്ലേ, അപ്പൊ നമ്മളെന്ത് പറയണോ? എന്നാൽ ഈറ്റയ്ക്കായിരുന്നാണ് ഇത്ര ശക്തിയും ധൈര്യം കിട്ടുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോവാ. രാത്രിയും പകലും ഇല്ലാണ്ട് കയ്യും കാലും കളിക്കുന്ന കാണുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ കളിയുണ്ടല്ലോ, കൈവട്ടിക്കളി. ഞാനിപ്പോ കാര്യമായിട്ടില്ല. ഇനി നമ്മളിങ്ങനെ വീട്ടിൽ കയറും. ഇനി കിട്ടൂലേ? വഴി വേറെ നോക്കേണ്ടി വരും. അതിനു മുമ്പ് ചെറിയൊരു പരിപാടിയുണ്ട്. എന്തിനു ഏതിനും ഒരു തെളിച്ചം വേണ്ടേ? ചേർന്നാ ഇതാ. എന്താ ഇത്? നിനക്ക് വേണ്ട, അതിനൊക്കെ ഓടാൻ പറ്റും. ഇതൊന്നും മിന്നിക്കാൻ പറ്റുള്ളൂ. സുരേഷിന് ഓടാനെങ്കിലും പറ്റും, എനിക്ക് അതിനും പറ്റില്ല. എന്നാ കുട്ടി കാണിക്കല്ലേ സോമ? നിങ്ങൾ ഉണ്ടാവുന്നില്ല, ഒറ്റ പ്രതീക്ഷയല്ല ഞാനിത് പൊക്കിയത്. നിങ്ങൾക്ക് വേണ്ടേ? എനിക്കും വേണ്ട. ഞാൻ മാത്രം എന്തിനാ അടി പൊളിക്കുന്നത്? ഇതെന്ത് പറ്റി? വല്ല അത്ഭുതം സംഭവിച്ച ഒന്നാ സോമ? ഇവരാ നമ്മളൊന്നുമല്ല, ഒരു ഓളെടുത്തല്ലേ ജയഭാരതിയാ മെമ്പറെ. നല്ലോണം കിട്ടിയ 5-6 കിട്ടുന്നവരെ ഞാൻ പിടിച്ചു തന്നു. പിന്നെ ഞാൻ ഓടി. ഇനി ബാക്കി എനിക്കറിയില്ല. എനിക്ക് പിടിയില്ലാടി. അതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടും. ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല. എനിക്ക് കിട്ടിയാൽ ഞാൻ ചത്തു പോകുമ്പോ കണ്ണടയെല്ലാം അടിയിൽ പോയതായിരിക്കും അല്ലേ? എനിക്ക് കിട്ടിയത് വല്ല എണ്ണം ഉണ്ടാ? എനിക്ക് 2 കിട്ടി. അതൊരു 1.5 കഷ്ടന്നെ. മെമ്പറെ ഇരിക്കല്ല. ഇനി നമ്മളിങ്ങനെ വീട്ടിൽ പോകുന്ന നമ്മൾ ആരെയും എന്താ വഴിയില്ല. ആ പീക്കിരി പെണ്ണുകാരായിട്ട് അതുപോലെ തല്ലും കിട്ടാന്നിരിക്കും. ഇതൊന്ന് പറ മെമ്പറെ. നമ്മളെന്തോ ചെയ്യേണ്ട മെമ്പറെ? നിങ്ങൾ വീട്ടിലേക്ക് പോകണം. അത് ശരിയാവില്ല. ഓടാൻ കഴിയുന്നവർ പോയിക്കോ. ഞാൻ ആ റൂട്ടേ ഒഴിവാക്കി. നിങ്ങൾ ഇനി ആരും തല്ലൂല എന്നുള്ള കാര്യം ഉറപ്പാ. നമ്മളെ വിശ്വസിക്കൂല. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഓളെ. ആ ഓളാണ് തല്ലിയത്. കുടിക്കണ്ടെന്ന് അതങ്ങ് പറഞ്ഞ പോലെ ഞാൻ നിർത്താൻ റെഡിയല്ലേ? പിന്നെ പറയുന്നതിന് മുമ്പേ നിർത്തൂലേ? ജീവിതം ഒന്നല്ലേ ഉള്ളൂ മെമ്പറെ. അതൊരു യാത്രയല്ലേ? ആ യാത്രയിൽ വെള്ളമില്ലാണ്ടാവൂല. ആവൂല. ബാക്കി എല്ലാവർക്കും 2 ജീവിതമുണ്ട്. അല്ല മെമ്പറെ, ഞാൻ അധ്വാനിച്ച പൈസ ഞാൻ കുടിക്കുന്നത്. ഓളെ പൈസ ഉണ്ടെന്നല്ല. അല്ലെങ്കിൽ ഓളെ എന്റെ കൂടെ ഇറങ്ങി വരുമ്പോ എന്തോ ഇറക്കിയാ അവിടെ മെമ്പറെ. വഴിയില്ല, വേറെ കാര്യം പറ. നിൽക്കാതെ കാര്യമില്ല. ഇതിനെല്ലാം തുടങ്ങണേ. എന്നാ എനിക്ക് വേണം. എനിക്ക് വെച്ചുവാ വേണ്ടല്ലേ? മെമ്പറെ, നമ്മളെന്താ ഇത് കണ്ടത്?
യാത്രക്കിടയിലെ അനേകം കാഴ്ചകളിലുണ്ട്. വല്ലപ്പോഴും ഇരുന്നെത്തുന്ന ഒരതിഥി ഒരു ഓംലെറ്റും ഉണ്ടാക്കി അല്പം കുരുമുളക് പൊടിയും വിതറി. അപ്പോ ഞാൻ നല്ലൊരു ആതിഥേയനാണ്. വല്ലപ്പോഴും ഇരുന്നെത്തുന്ന ഒരു നിമിഷ സന്ദർശകനാണ് എനിക്ക് മദ്യം. അത്രമാത്രം. വെള്ളമില്ലാണ്ട് പറ്റുന്നില്ല. അടിക്കും തോറും ഓളോട് എനിക്ക് സ്നേഹം കൂടിക്കൂടി വരികയാണ്. പക്ഷേ നിർത്ത് സോമ. നീ എന്താ പറഞ്ഞത്? നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്റെ ഭാര്യയാണല്ലോ അല്ലേ? നോളയല്ല സോമ. നീ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആത്മാർത്ഥതയോടെ മദ്യത്തെയാ. എന്നാൽ നീ ഒപ്പമുള്ളതാ ഓളുടെ സ്വർഗം. അത് പക്ഷെ നീ അറിയാതെ പോയല്ലോ. അസുഖം മാറാൻ ഡോക്ടറെ അടുത്ത് പോയതിനേക്കാൾ കൂടുതൽ സുമിത്ര പോയത് അമ്പലങ്ങളിലേക്കാ. നിന്റെ ഈ ലഹരിയോടുള്ള ആർത്തി മാറുന്നതിന് വേണ്ടി. കഴിഞ്ഞ ദിവസം വേദനയോടുകൂടി സുമിത്ര എന്നോട് പറയുകയാണ്, നിന്റെ കാര്യത്തിൽ ദൈവങ്ങളും തോറ്റുപോയിരുന്നു. നീ കുടിക്കുന്നത് നിന്റെ സ്വന്തം കാശിനാണ് അല്ലേ? അതുകൊണ്ട് ആരെയും പേടിക്കണ്ടല്ലോ. പേടിക്കണം സുരേഷേ. നിന്റെ സ്വന്തം ശരീരം പേടിക്കണം, മക്കളെ പേടിക്കണം. മറ്റൊരു കാര്യം കൂടി നീ പറഞ്ഞു. നിന്റെ കൂടെ ഇറങ്ങി വരുമ്പോ ഓൾ അന്തോളിക്കാൻ കൊണ്ടാ വന്നത് അല്ലേ? ഓളെന്താ ഉപേക്ഷിച്ചാ കൊണ്ട് വന്നത്? നീ ഒരിക്കലും നീ ആലോചിച്ച എന്തെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കാൻ നിനക്ക് ഇതുവരെ കഴിഞ്ഞ അന്വേഷിക്കുക സ്നേഹം, കരുതൽ, സാന്ത്വനം. ജീവിതം സുന്ദരമായ ഒരു യാത്രയാണ്. പക്ഷെ ഉറക്കാത്ത കാലങ്ങളോടെയാണ് നിങ്ങൾ യാത്ര തുടർന്നത്. കുറെ ദൂരം പിന്നിട്ട് കഴിഞ്ഞില്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കൂടെ? നിങ്ങളുടെ പ്രിയപ്പെട്ടവളെ കാണണ്ടേ? ഒരുമിച്ചുണ്ടായിട്ടും ഒറ്റക്കാലിൽ പോയ ആ പാവം പെണ്ണുങ്ങൾ നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നു. അതുകൊണ്ടാ അവർ നിങ്ങളെ തട്ടിയത്. വിചാരിച്ചിരുന്നെങ്കിൽ 10 രൂപയുടെ എലിവേഷത്തെ തീരാവുന്നതേ ഉള്ളൂ നിന്റെയൊക്കെ ഈ ജീവിതം. മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശം, എന്ത് തിളക്കാ നക്ഷത്രങ്ങൾക്ക്. കൂടുതൽ തിളക്കം നിന്റെ കണ്ണുകൾക്കാണ് സുമി. സംതൃപ്തിയുടെ, സന്തോഷത്തിന്റെ. ശരിയാ സുരേഷേട്ടാ, എന്റേത് മാത്രമല്ല, നമ്മുടെ എല്ലാ സന്തോഷം നിങ്ങളും കൂടിയാ. എല്ലാവരോടുമായി ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കരാട്ടയാണോ നിങ്ങളുടെ ലഹരി ഒഴിവാക്കാൻ കാരണം? ഒരു പുതിയ ജീവൻ വന്നത് നിങ്ങൾ അനുഭവിച്ച വേദന, നിങ്ങളുടെ ത്യാഗം, അതാണ് എന്തും മദ്യത്തിനന്മയാണ് യഥാർത്ഥ ലഹരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് നിങ്ങളാണ്. ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അത് പക്ഷേ എല്ലാ ഇഷ്ടങ്ങൾക്കും ശേഷം മാത്രം, അതിനുശേഷം മാത്രം. മിഷൻ മാത്രമല്ല, മിഷൻ, ഞങ്ങളുടെ ലൈഫ് മിഷൻ.